ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ലാസ്റ്റ് ഡേ വരെ പഠിച്ചത് ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരുന്നു. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കുറേ റിസൾട്ട്സ്, കുറച്ച് ഫണ്ടമെൻ്റൽ ബേസിക് റിസൾട്ട്സ്, ബേസിക് പ്രോപ്പർട്ടീസ്, പിന്നെ കുറച്ച് ലീനിയാരിറ്റി പ്രോപ്പർട്ടി, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, പിന്നെ കുറച്ച് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, അങ്ങനെ കുറച്ച് ഫോർമുലാസാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അത് വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനിയുള്ളത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 × 3 = 6 എന്നാണെങ്കിൽ 6/3 = 2 അങ്ങനെ കിട്ടണം. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിയുമ്പോൾ ആദ്യം എടുത്ത റിസൾട്ടിലേക്ക്, അതായത് രണ്ട് ഓപ്പറേഷനും കൂടെ ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട്സ് സെയിം വരണം, 1 ആവണം. ആ രീതിയിൽ ആദ്യത്തെ ഏത് സ്റ്റേറ്റിലാണോ റിസൾട്ട് 1 ആവണമെന്നല്ല, ആദ്യത്തെ ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിൽ തന്നെ എത്തണം. അതാണ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഏത് ട്രാൻസ്ഫോം ആണെങ്കിലും അതിന് ഇൻവേഴ്സ് ട്രാൻസ്ഫോമും ഉണ്ടാവും. അപ്പോൾ L ഇൻവേഴ്സ് 0, ഫസ്റ്റ് റിസൾട്ട് L ഇൻവേഴ്സ് 0, നമ്മൾ ആദ്യം പഠിച്ച റിസൾട്ടാണ് L of 0 = 0. അതുകൊണ്ട് L ഇൻവേഴ്സ് 0 = 0. അടുത്തത് നമ്മൾ L of 1 = 1/s പഠിച്ചു. അതിൽ നിന്ന് L ഇൻവേഴ്സ് 1/s = 1. സെക്കൻഡ് റിസൾട്ട്, തേർഡ് റിസൾട്ട് L ഇൻവേഴ്സ് 1/s⁻n = T⁻n. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് പേപ്പർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ 4 കേസസ് ആയിട്ട് തിരിച്ചിട്ട് ആണ് ഞാനിവിടെ അതിൻ്റെ റൂൾസ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കേസ്, നോൺ റിപ്പീറ്റഡ് ഫാക്ടർ ഓഫ് s-n. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ ഒരു s-3 × s-2 അങ്ങനെ ഒരു ഫോമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അത് ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ നോൺ റിപ്പീറ്റഡ് ആയിട്ട് s-3 എന്നുള്ള ഫാക്ടറും s-2 എന്നുള്ള ഫാക്ടറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് a/s-3 + b/s-2 ആ രീതിയിൽ വേണം എഴുതാനായിട്ട്. അടുത്ത റിപ്പീറ്റഡ് ഫാക്ടർ ഓഫ് s-a⁻r. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇത് a/s-a + b/s-a² എക്സെട്ര, അല്ല a1 എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്, ar⁻s-a⁻r. ഇപ്പോൾ നമ്മുടെ ഒരു ഡിനോമിനേറ്ററിൽ ഇപ്പോൾ 1/s-2 ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ വന്നിരിക്കും s-3 ആണെങ്കിൽ a/s-3 + b/s-3² c/s-3. ഇനി അടുത്തത് നോൺ റിപ്പീറ്റഡ് ഫാക്ടർ ഓഫ് s² + as + b. അങ്ങനെയാണെങ്കിൽ as + b/s² + as + b എന്നുള്ളതാണ് ഫ്രാക്ഷൻ ഓഫ് ദ ഫോം. അടുത്തത് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ as + b/s² + as + b a2s + b2/s² + as + b എക്സെട്ര ars + br/s² + bs² + as + b⁻r. ഇത്രയാണ് റൂൾസിലുള്ളത്. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് കൂടുതലായിട്ട് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇപ്പം ചെയ്യാം. മറ്റേത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഇവിടുത്തെ f(t) എല്ലാ ഫംഗ്ഷൻ എസിലായിരിക്കും ഫംഗ്ഷൻസ്. f(s) and g(s) are 2 functions. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം f(t) g(t) ആണെങ്കിൽ L ഇൻവേഴ്സ് a f(s) + b g(s) = L ഇൻവേഴ്സ് a × കോൺസ്റ്റന്റ് വെളിയിലെടുത്തു L ഇൻവേഴ്സ് ഓഫ് f(s) + b × L ഇൻവേഴ്സ് ഓഫ് g(s). അടുത്ത റിസൾട്ട് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇഫ് L ഇൻവേഴ്സ് ഓഫ്, നമുക്കറിയാം L ഇൻവേഴ്സ് L of e⁻at f(t) is f(s-a), റീപ്ലേസ് s/s- ആണ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. ഇഫ് L ഇൻവേഴ്സ് f(s) = f(t), then L ഇൻവേഴ്സ് f(s-a) = e⁻at f(t). അടുത്ത റിസൾട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചതിൻ്റെ റിസൾട്ട്. അത് വെച്ചിട്ട് അധികം പ്രോബ്ലം ചെയ്യാറുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനത് ബോൾഡ് അല്ലാണ്ടാക്കി വെച്ചത്. L ഇൻവേഴ്സ് f(s) = f(t) and f(0) = 0, then L ഇൻവേഴ്സ് s f(s) = f'(t). t താഴെയാണ് എഴുതേണ്ടത്. f'(t). In general, L inverse of s⁻n f(s) = f(t) if f(0) = 0 and f'(0) = 0 and fn-1 0 = 0. അടുത്ത റിസൾട്ട് അത് വെച്ചിട്ടും പ്രോബ്ലം ഉണ്ടാവും. ഇഫ് L ഇൻവേഴ്സ് f(s) = f(t), then L ഇൻവേഴ്സ് f(s/s) division by s is equal to integral 0 to t f(t) dt.
Next result, if L inverse f of s equal to f of t, then L inverse f dash is equal to minus t f of t. In general, L inverse fns equal to minus 1 raised to n t raised to n f of t. അത് നമ്മൾ L of t raised to n f of t യുടെ ഫോർമുല പഠിച്ചു. അതിൽ നിന്ന് എഴുതുന്നതാണ്. അടുത്ത റിസൾട്ട് L inverse f of s equal to f of t, then L inverse integral s to infinity f of u du equal to f of t by t. നമ്മൾ ഡിവിഷൻ ബൈ ടിയും ഇൻറ്റഗ്രേഷൻ ടി റേസ് ടു എൻ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒക്കെ ഇൻവേഴ്സ് പ്രോബ്ലം. ഇത്ര റിസൾട്ട്സ് ആണുള്ളത്. ഇത് വെച്ചിട്ടാണ് ഇനി പ്രോബ്ലംസ് ഉള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഇതിൽ മെയിനായിട്ടുള്ള പ്രോബ്ലം എല്ലാം ചെയ്യുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ കുറച്ച് റൂൾസ് നിങ്ങളൊക്കെ പഠിച്ചതാണ്, നേരത്തെ ഇൻറ്റഗ്രേഷൻ ചെയ്തപ്പോഴൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ റൂൾസും കൂടെ ഒരു നോട്ട്സ് ആയിട്ടും അതിൻ്റെ ഒരു വീഡിയോയും തരാം. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ നിങ്ങൾ ഇൻറ്റഗ്രേഷൻ ചെയ്തപ്പോഴൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ 4 കേസസ് ആയിട്ട് തിരിച്ചിട്ട് ആണ് ഞാൻ ഇവിടെ അതിൻ്റെ റൂൾസ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കേസ് നോൺ റിപ്പീറ്റഡ് ഫാക്ടർ ഓഫ് എസ് മൈനസ് എൻ. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ ഒരു എസ് മൈനസ് 3 ഇൻറ്റു എസ് മൈനസ് 2 അങ്ങനെ ഒരു ഫോമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അത് ഫാക്ടറൈസ് ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ നോൺ റിപ്പീറ്റഡ് ആയിട്ട് എസ് മൈനസ് 3 എന്നുള്ള ഫാക്ടറും എസ് മൈനസ് 2 എന്നുള്ള ഫാക്ടറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എ ബൈ എസ് മൈനസ് 3 പ്ലസ് ബി ബൈ എസ് മൈനസ് 2 ആ രീതിയിൽ വേണം എഴുതാനായിട്ട്. അടുത്ത റിപ്പീറ്റഡ് ഫാക്ടർ ഓഫ് എസ് മൈനസ് എ റേസ് ടു ആർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇത് എ ബൈ എസ് മൈനസ് എ പ്ലസ് ബി ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര അല്ല A1 എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത് എ ആർ റേസ് ടു എസ് മൈനസ് എ റേസ് ടു ആർ. ഇപ്പോൾ നമ്മുടെ ഒരു ഡിനോമിനേറ്ററിൽ ഇപ്പോൾ 1 ബൈ എസ് മൈനസ് 2 ഓൾ റേസ് ടു 3 ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കും എസ് മൈനസ് 3 ഓൾ ക്യൂബ് ആണെങ്കിൽ എ ബൈ എസ് മൈനസ് 3 പ്ലസ് ബി ബൈ എസ് മൈനസ് 3 ഓൾ സ്ക്വയർ പ്ലസ് സി ബൈ എസ് മൈനസ് 3 ഓൾ ക്യൂബ്. ഇനി അടുത്തത് നോൺ റിപ്പീറ്റഡ് ഫാക്ടർ ഓഫ് എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി എന്നുള്ളതാണ് ഫ്രാക്ഷൻ ഓഫ് ദ ഫോം. അടുത്തത് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി പ്ലസ് എ ടു എസ് പ്ലസ് ബി ടു ബൈ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി പ്ലസ് എക്സെട്ര എ ആർ എസ് പ്ലസ് ബി ആർ ബൈ എസ് സ്ക്വയർ പ്ലസ് ബി എസ് എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി ഓൾ റേസ് ടു ആർ. ഇത്രയാണ് റൂൾസിലുള്ളത്. ഇതിൽ ആദ്യത്തെ 2 എണ്ണം വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് കൂടുതലായിട്ട് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ചെയ്യാം. മറ്റേത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് 3s പ്ലസ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 3s പ്ലസ് 7 ബൈ എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3. അപ്പോൾ നമ്മൾ ഇതിനെ ആദ്യം ഈ തന്നിരിക്കുന്ന ടേമിനെ ഫാക്ടറിൻ്റെ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യുക. എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3ന് സം മൈനസ് 2 പ്രോഡക്റ്റ് സം മൈനസ് 2 പ്രോഡക്റ്റ് മൈനസ് 3 ആയിട്ട് വരുന്ന ടേമായിട്ട് കണ്ടുപിടിക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 1. സോ ദിസ് ഈസ് എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1. അപ്പം നമ്മൾ ഇതിൻ്റെയാണ് ലാപ്ലാസ് ഇൻവേഴ്സ് കാണേണ്ടത്. അപ്പം നമുക്കിതിനെ എ ബൈ 3s പ്ലസ് 7 ബൈ എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1നെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫസ്റ്റ് കേസ് ആയിട്ട് വരിക. ഇത് നോൺ റിപ്പീറ്റഡ് ഫാക്ടർ ഓഫ് എസ് മൈനസ് എ. അപ്പോൾ വരുമ്പോൾ എ ബൈ എസ് മൈനസ് 3 പ്ലസ് ബി ബൈ എസ് പ്ലസ് 1. which is equal to a into s plus 1 plus b into s minus 3 divided by s minus 3 into s plus 1. Three s plus 7, that is 3s plus 7. നമുക്ക് ഇതിൻ്റെ ന്യൂമറേറ്റർ മാത്രം എടുക്കാം. 3s plus 7 is equal to a into s plus 1 plus b into s minus 3. ലെഫ്റ്റ് സൈഡിലത്തെ ന്യൂമറേറ്ററും റൈറ്റ് സൈഡിലത്തെ ന്യൂമറേറ്ററും വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എയും ബിയും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം എസ്സിന് ഈ ഫസ്റ്റ് ടൈമിലുള്ളത് എസ് പ്ലസ് 1 എന്നുള്ള ടൈമാണ് അതുള്ളത്. അതുകൊണ്ട് നമ്മൾ എസ് ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അപ്പോൾ -1 കൊടുത്തു കഴിയുമ്പോൾ 3 × -1 -3 + 7 which is equal to 4. ഫസ്റ്റ് ടൈം 0 ആയി, ബാക്കിയുള്ളത് -1 -3 -4b which implies b is equal to 4 by -4 is equal to -1. ഇനി അടുത്ത ടൈമിലേക്ക് s - 3 ആണ് ഉള്ളത്. സോ അത് ഈക്വൽ ടു 0 ആവുന്ന പുട്ട് s ഈക്വൽ ടു 3. അപ്പോൾ 3 × 3 9 9 + 7 16 is equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിൽ 3 + 1 4a. സോ a is equal to 16/4 is equal to 4. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. ദാറ്റ് ഈസ് 3s + 7 by s - 3 into s + 1 is equal to a by s - 3. ഇവിടെ a കിട്ടിയത് 4 by s - 3 plus b is -1 -1 by s + 1. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് L ഇൻവേഴ്സ് ഓഫ് this is 3s + 7 by s square minus 2s plus 3 2s minus 3 is equal to L inverse of 3s + 7 by s minus 3 into s plus 1 which is equal to L inverse of 4 by s minus 3 minus 1 by s plus 1 which is equal to 4 by s minus 3 which is equal to, ഇവിടെ നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണ്. 4 into L inverse of 1 by s minus 3 minus L inverse of 1 by s plus 1 which is equal to 4 into L inverse of 1 by s minus 3 is e raised to 3t minus 1 by s plus 1 is e raised to minus t. Since L inverse of 1 by s minus a is equal to e raised to at. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യണത്. മിക്കവാറും ഒരു L ഇൻവേഴ്സിൻ്റെ റിസൾട്ട് ഏറ്റവും ലാസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർഷ്യൽ ഫ്രാക്ഷനാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ 4 കേസുകൾ, അതിൽ ഫസ്റ്റ് കേസ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നലെ നമ്മൾ എടുത്തത് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സുകളുടെ ഡെഫിനീഷൻസ്, ബേസിക് പ്രോപ്പർട്ടീസ്, ബേസിക് ആയിട്ടുള്ള ഡെഫിനീഷൻ എന്ന് തന്നെ പറയാവുന്ന L ഇൻവേഴ്സ് 0, L ഇൻവേഴ്സ് 1 by s, അങ്ങനത്തെ ആ പ്രോപ്പർട്ടീസ് 1 by s സ്ക്വയർ പ്ലസ് അങ്ങനത്തെ 8 പ്രോപ്പർട്ടീസ്. പിന്നെ റിസൾട്ട്സ് ആയിട്ട് കുറച്ച് റിസൾട്ട്സ്, ലീനിയാരിറ്റി പ്രോപ്പർട്ടിയുടെ ഇൻവേഴ്സ്, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ ഇൻവേഴ്സ്, അങ്ങനെ കുറച്ചിത്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഒരു പ്രോബ്ലമാണ് ചെയ്തത്. അത് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്തത്. പാർഷ്യൽ ഫ്രാക്ഷനിൽ നമ്മൾ കേസ് 1, അതായത് നോൺ റിപ്പീറ്റഡ് റൂട്ട്സ് വരുമ്പോഴുള്ള നോൺ റിപ്പീറ്റഡ് ഫാക്ടേഴ്സ് ഡിനോമിനേറ്ററിൽ വരുമ്പോഴുള്ള കേസാണ് ഇന്നലെ ചെയ്തത്. ഇനി അടുത്ത റിപ്പീറ്റഡ് ഫാക്ടർ ഡിനോമിനേറ്ററിൽ വരുമ്പോഴുള്ള കേസ്. ഇതിൽ 5s square minus 15s minus 11 by s plus 1 into s minus 2 all cube. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്. അപ്പോൾ അതിൽ s plus 1 എന്നുള്ളത് നോൺ റിപ്പീറ്റഡ് ഫാക്ടറാണ്. സോ വി കുഡ് റൈറ്റ് a by s plus 1. അടുത്തത് s minus 2 all cube, അത് റിപ്പീറ്റഡ് ഫാക്ടറാണ്. അപ്പോൾ നമുക്കതിനെ അത് 3 times റിപ്പീറ്റഡ് ആണ്. അപ്പോൾ നമ്മളത് ആദ്യം b by s minus 2 plus c by s minus 2 all square plus d by s minus 2 all cube. അങ്ങനെ 3 ഫാക്ടേഴ്സ് ആയിട്ട് അതിനെ എഴുതുക. s minus 2 all cube റിപ്പീറ്റഡ് ഫാക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ 3 ടൈംസ് വരുന്നത്. നോൺ റിപ്പീറ്റഡ് ഫാക്ടർ ആയിരുന്നെങ്കിൽ ഒരു ടൈമേ വരുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ അതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എഴുതുമ്പോൾ ഇസ് ഈക്വൽ ടു a ഇൻറ്റു ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എന്താവും, ഇതിൻ്റെ കോമൺ LCM താഴെ എഴുതാം. a ഇൻറ്റു കോമൺ LCM ഈസ് s plus 1 ഇൻറ്റു s minus 2 all cube. അപ്പോൾ ന്യൂമറേറ്ററിലേക്ക് എഴുതുമ്പോൾ
a into s minus 2 whole cube plus b into s plus 1 into s minus 2 whole square plus c into s plus 1 into s minus 2 plus d into s plus 1. First term s plus 1 denominator ഉണ്ട് s minus 2 whole cube കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് ടേം s minus 2 ആണ് ഡിനോമിനേറ്റർ ഉള്ളത്. LCM ആയിട്ടുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് s plus 1 into s minus 2 whole square. ഇനി അടുത്ത s minus 2 whole square ഉണ്ട്. അവിടുത്തെ LCM ആയിട്ട് അതിനെ ടേമിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് s plus 1 into s minus 2 plus d into s plus 1. ഇനി ഇതിൻ്റെ ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ടേമിൻ്റെ അതായത് 5s square minus 15s minus 11 by s plus 1 by s minus 2 whole cube ഇപ്പോൾ കിട്ടിയ ടേമിൻ്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പോൾ നമുക്കതിനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് 5s square minus 15s 5s square minus 15s minus 11 is equal to a into s minus 2 whole cube plus b into s plus 1 into s minus 2 whole square plus d into plus c into s plus 1 into s minus 2 plus d into s plus 1. ഇങ്ങനെയുള്ള ടൈം കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ അൺനോൺ കോഎഫിഷ്യന്റ് എ ബി സി ഡി ഇവാലുവേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് put s equal to 2. The term 0 ആവുന്ന കേസ് s equals to 2 കൊടുത്തു കഴിയുമ്പോൾ 5 into 2 square minus 15 into 2 minus 11 is equal to a into 0. s minus 2 ഉള്ള ടൈം എല്ലാം 0 ആവും. b into 0 plus c into 0 plus d into 2 plus 1 is 2 plus 1. 5 into 2 square is 5 into 4 20 minus 30 minus 10 minus 10 minus 11 minus 21 is equal to 3d, which implies d is equal to minus 21 by 3, which is equal to minus 7. Next put s equal to minus 1. So 5 into minus 1 whole square minus 15 into minus 1 minus 11 is equal to a into a യിൽ മാത്രമാണ് ടേം ഉള്ളൂ. ബാക്കിയുള്ള ടേം എല്ലാം ക്യാൻസൽ ആവും. minus 1 minus 2 whole cube b into 0 plus c into 0 plus d into 0. അവിടെ എല്ലാം s plus 1 എന്നുള്ള ടേം ഉണ്ട്, അതെല്ലാം ക്യാൻസൽ ആവും. ബാക്കി ലെഫ്റ്റ് സൈഡിലുള്ളത് 5 into minus 1 whole square which is equal to 5 minus 15 into minus 1 plus 15 which is equal to 5 plus 15 20 minus 11 9 is equal to minus 1 minus 2 whole cube minus 3 യുടെ ക്യൂബ് minus 27a which is equal to which implies a is equal to minus 9 by 27. ഇനി minus 27ൻ്റെ ന്യൂമറേറ്ററിലാണ് എഴുതിയത്. അപ്പോൾ അതിൽ 9 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ a is equal to minus 1 by 3. ഇനി നമുക്ക് ബിയും സിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ കൊടുക്കാവുന്നത് ഒന്നുകിൽ കോഎഫിഷ്യന്റ് ഓഫ് എസ് ക്യൂബ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എയുടെ ടേമിൽ എസ് ക്യൂബ് ഉണ്ട്, ബിയുടെ ടേമിൽ എസ് ക്യൂബ് ഉണ്ട്. സിയിലുള്ളത് എസ് സ്ക്വയർ ആണ്, ഡിയിലുള്ള എസ്. അപ്പോൾ ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എസ് ക്യൂബ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എസ് ക്യൂബ്. ലെഫ്റ്റ് സൈഡിൽ 0, റൈറ്റ് സൈഡിൽ a plus b, which implies b is equal to minus a is equal to minus 1 by 3 യുടെ നെഗറ്റീവ് is equal to 1 by 3.
ഇനി ചെയ്യാവുന്നത് കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സീറോയ്ക്ക് എസിന് 0 എന്ന് കൊടുക്കാം. നമുക്ക് അത് രണ്ടും സെയിം ആണ്. സോ പുട്ട് എസ് ഈക്വൽ ടു 0. പുട്ട് എസ് ഈക്വൽ ടു 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് -11, റൈറ്റ് സൈഡിൽ വരുന്നത് a ഇൻറ്റു എസ് മൈനസ് 2 ഓൾ ക്യൂബ്. അതിലുള്ളത് 0 കൊടുത്തു കഴിയുമ്പോൾ -2ൻ്റെ ക്യൂബ് -8a. അടുത്തത് ചെക്ക് ചെയ്യാം ടേംസ്. b ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഓൾ സ്ക്വയർ. അപ്പോൾ ബിയിൽ വരുന്നത് 0 കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് ടേം 1, അടുത്ത -2ൻ്റെ സ്ക്വയർ 4b പ്ലസ് 4b. അടുത്തത് വരുന്നത് സിയിൽ വരുന്നത് എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2. അതിൽ 0 കൊടുത്തു കഴിയുമ്പോൾ -2c. അടുത്തത് പ്ലസ് d -2c plus d, which is equal to -8 into a is equal to -1/3, b is equal to +1/3 -2c -7. ഒന്നുകൂടെ വാല്യൂസ് ചെക്ക് ചെയ്യാം. a is equal to നമുക്ക് കിട്ടിയ വാല്യൂസ് a is equal to -1/3, b is equal to 1/3 and d is equal to -7. നമ്മൾ കൊടുത്ത വാല്യൂസും -1/3, 1/3, -7. So which implies -11 is equal to, this is 8/3 plus 4/3 is 12/3 minus 2c minus 7. 12/3 is 4. 4 minus, now 2c can be taken to this left side. So 2c equal to 4 minus 7 plus 11, which is equal to 4 minus 7 is -3 plus 11 is equal to 8. So c is equal to 8/2 is equal to 4. Therefore 5s square minus 15s minus 11 by s plus 10 start ചെയ്തത് question start ചെയ്തത് s 5s square minus 15s minus 11 by s plus 1 into s minus 2 whole cube. S plus 1 into s minus 2 whole cube is equal to, a is equal to -1/3 into 1 by a by s plus 1, 1 by s plus 1 plus b by, plus b is 1/3, b by s minus 2 plus c by s minus 2 whole square plus d by d is equal to -7 s minus 2 whole cube. This is, നമ്മളിവിടെ എയും ബിയും സിയുടെയും ഡിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആദ്യം കിട്ടിയ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഡയറക്റ്റ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. therefore L inverse of 5s square minus 15s minus 11 by s plus 1 into s minus 2 whole cube is equal to
L inverse of minus 1 by 3 constant വെളിയിലെടുക്കാം 1 by s plus 1 plus 1 by 3 into L inverse of 1 by s minus 2 plus 4 into L inverse of 1 by s minus 2 all square minus 7 by s minus 2 L inverse of 1 by s minus 2 all cube, which is equal to L inverse of 1 by s plus 1 is e raised to minus t, which is equal to minus 1 by 3 e raised to minus t. ആദ്യത്തെ രണ്ട് ടേമും L inverse of 1 by s minus a എന്നുള്ള റൂൾ വെച്ചിട്ടാണ്, which is equal to minus 1 by 3 into e raised to minus t plus 1 by 3 into e raised to 2t അടുത്തത് plus 4 into ഇനി വേണ്ടത് s minus 2 all square. അത് ഏതിൻ്റെയാണ്? s square is t, 1 by s square is t. അപ്പോൾ അതിൽ ഷിഫ്റ്റിംഗ് തിയറം വരുന്നതാണിത്. t e raised to 2t minus 7 1 by s minus 2 all cube. 1 by s minus a all raised to n is t raised to n minus 1 by n minus 1 factorial. So t square by 2 e raised to at. E raised to a is 2.